നീ ധൈര്യമായിട്ട് ക്ലാസ്സിൽ കയറിക്കോ. ഞാൻ ടീച്ചറോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. നീ ചെല്ല്. ഹലോ, എനിക്ക് മനസ്സിലായി. നീ പറഞ്ഞോ. എന്ത് വണ്ടി? നീയേ ആ വണ്ടി നമ്പർ എൻ്റെ മൊബൈലിലേക്ക് വാട്സപ്പ് ചെയ്തോ. ഇപ്പോൾ തന്നെ ചെയ്തോ. ശരി. പാപ്പയുടെ ഫോൺ ബെല്ലടിക്കുന്നു. കൊണ്ടുകൊടുത്തേ. വേഗം ചെല്ലു ചെല്ലു. പറയട്ടെ സോമ. സാറേ, ഇന്ന് രാത്രി ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന ഒരു പച്ചക്കറി വണ്ടിയിൽ MDMA കടത്തുന്നുണ്ടെന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് സാർ. അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഈ പരിസരത്തുള്ള ഏതോ ലോക്കൽ പിള്ളേരാണ്. സാറ് കഴിഞ്ഞ തവണ അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ കിട്ടിയില്ല. ഈ പ്രാവശ്യം ഞാനൊരു പൂട്ടു സാർ. അത് എടുത്തേടി ഒന്നും ചെയ്യണ്ട. അത് നമ്മുടെ MLAക്ക് വേണ്ടപ്പെട്ട ടീമിൻ്റെ സാധനമാണ്. അതിൽ MLAക്ക് കുറച്ച് ബെനിഫിറ്റ് ഉണ്ട്, എനിക്കും കുറച്ച് മെച്ചമുണ്ട്. നീ ഒന്ന് കണ്ണടച്ചാ നിനക്കും ഉണ്ട് അതിൻ്റെ ഗുണം. സാർ അങ്ങനെ പറയരുത് സാർ. പഠിക്കുന്ന പിള്ളേരാണ് സാർ ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത്. നമ്മളവിടെ കാശ് വാങ്ങിക്കൊണ്ട് ഈ പരിപാടിക്ക് കൂട്ടുനിന്നാൽ വരുന്ന തലമുറ നശിച്ചു പോകും സാർ. എടാ, അത് നമ്മൾ വിചാരിച്ച ഒന്നും ചെയ്യാൻ പറ്റില്ല. കേരളത്തിലേക്ക് ഇനിയും സാധനം വന്നുകൊണ്ടിരിക്കുക. എന്നാലേ പലരുടെയും പല കാര്യങ്ങൾ ഇവിടെ നടക്കൂ. പിന്നെ മറ്റുള്ളവരുടെ മക്കളുടെ കാര്യം മറ്റുള്ളവർ നോക്കിക്കോളും. നമ്മൾ നമ്മുടെ പിള്ളേരുടെ കാര്യം നോക്കിയാൽ മതി. ശരിയെന്നാ. പിന്നെ ആ ഇൻഫർമേഷൻ ഡീറ്റെയിൽ എനിക്കൊന്ന് അയച്ചു തരണം. നമുക്ക് സ്റ്റേഷനിൽ കാണാം. ഓക്കെ? അവനെന്താ പാചകത്തിൽ വിളിക്കണേ? പിന്നെ വിളിക്കണം. നീ വണ്ടി ഒരു ഗോൾഡ്. ഹലോ 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 ചേട്ടാ, എന്തായി? എടാ മോനെ, നീ ഒന്ന് അടങ്ങ്. ഞങ്ങൾ സാധനം കളക്ട് ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. പോലീസിനെന്തോ സംശയം തോന്നി സാധനം വേറെ വണ്ടിയിൽ മാറ്റിക്കയറ്റി വിട്ടേക്കണേ. ചേട്ടാ, എങ്ങനെയെങ്കിലും ഒന്ന് റെഡി ആക്കി ചേട്ടാ, എനിക്ക് അടിക്കാതിരിക്കാൻ പറ്റണില്ല. നേരം വെളുക്കുമ്പോൾ തന്നെ സാധനം ഞാൻ എത്തിച്ചിരിക്കും നിന്റെ കയ്യിൽ. നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. ഓക്കെ എന്നാ, ശരി എന്നാ, ഞാൻ വിളിക്കാം. കിട്ടുന്നേ. നീ പിള്ളേർക്കൊക്കെ സാധനം കൊടുത്ത് അവസാനം പണി മേടിക്കരുതട്ടോ. എടാ, ഇവൻ്റെ കെയർ ഓഫിൽ തന്നെ ആണും പെണ്ണും ഉൾപ്പെടെ സ്കൂൾ പിള്ളേർ തന്നെ 10-30 പേര് കസ്റ്റമറായിട്ടുണ്ട്. ഇപ്പോൾ ആ ഒറ്റ കച്ചവടത്തിലൊക്കെ പിടിച്ചിരിക്കണേ. നീ ധൈര്യമായിട്ടേക്ക്, നീ ഉഷാറായിട്ട് നിന്നാ നീ രക്ഷപ്പെടും. ഇല്ലെങ്കിൽ ഞാൻ നിന്നെ രക്ഷപ്പെടുത്തും. പോലീസോ? എടാ, കയ്യിലേക്ക് കാശിങ്ങനെ വന്നുകൊണ്ടിരിക്കും. എപ്പോഴും കയ്യിൽ കാശുണ്ടാവും. അടിച്ച് പൊളിച്ച് ജീവിക്കാം. എന്തേ? അതിൻ്റെ ഇടയിൽ കടയിൽ വെച്ച് പുതിയ ഫോണും മറന്നു. അത് സീനില്ല, നമുക്ക് തിരിച്ചു കൊടുക്കാം.
റെഡി അല്ലേ? പിന്നെ നമ്മൾ റെഡി ആക്കൂലോ. സാധനം തീരാൻ നിൽക്കണ്ട, തീരനെ മുന്നേ വിളിച്ചാ തീർന്നിട്ട് കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. വാ, കേറ്, പോ. ആയിക്കോട്ടെ. എന്നാ നീ വിളിക്കേ. പോട്ടെ പോട്ടെ പോട്ടെ. നീ എവിടെ പോയി കിടക്കാറുന്ന്? ക്ലാസ് ഇപ്പൊ തുടങ്ങും. സാധനം കിട്ടണ്ടേ? എടാ കിട്ടിയ ആരെങ്കിലൊക്കെ പണിട്ടൊന്നും നോക്കട്ടെ. വിളിച്ചേ സീറ്റുണ്ടോ? നിങ്ങളടിച്ചാ ഹലോ എടാ ഞാൻ ഇപ്പോൾ വരാം. ആ അതെ തിരുമോളെ. ഹലോ ഇറങ്ങി പോരട്ടെ ഇങ്ങോട്ട് പോരാ. ആ ചേട്ടാ ഇങ്ങോട്ട് ഇറങ്ങി പോയ ചേട്ടാ ഇങ്ങോട്ട്. അപ്പോഴേ അമ്മ പറഞ്ഞതാ അപ്പയെടുത്ത് കളിച്ചിരിക്കണ്ടെന്ന്. ഇപ്പൊ നോക്കിയേ, സ്കൂൾ ബസ് പോയി. ഇനി ടീച്ചറുടെ വായിലിരിക്കുന്ന മുഴുവൻ അമ്മ കേൾക്കേണ്ടി വരും. വേഗം നടക്കിങ്ങോട്ട്. ഇനിയിപ്പോ എന്തോരം പ്രശ്നമായി. ഇനി അവരുടെ മുമ്പിലൊക്കെ പോയിട്ട് നിൽക്കണ്ടേ? ഇത് എത്ര പറഞ്ഞാലും മനസ്സിലാവും. ഞാൻ സ്റ്റാൻഡിലെത്തി. നീ എവിടെ നിൽക്കണേ? അവിടെയാണോ? കളി കുറച്ച് കൂടുന്നുണ്ട്. ഷോ സോറി. ചേട്ടനോട് സോറി പറഞ്ഞേ. സോറി. കൺട്രോള് പ്രൈവറ്റ് സ്റ്റാൻഡിന്റെ അകത്ത് ഒരു പെൺകുട്ടി ആക്സിഡന്റ് പെട്ടിട്ടുണ്ട്. ബസിന്റെ അടിയിലേക്ക് പോയതാണ്. ഡ്രഗ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആണെന്ന് തോന്നുന്നു. അയാള് ചവിട്ടിയതുമായിട്ട് ബന്ധപ്പെട്ട ആ കുട്ടി ബസിന്റെ അടിയിലേക്ക് പോയതാണ്. പെൺകുട്ടി ഡെത്താണ്. ക്ലിയർ അല്ലേ?
ഹലോ സാറിൻ്റെ മോള് Ha ha ha!